ക്രിസ്തുവർഷം 1647. കേരളത്തിൽ വസൂരിയും ദീനവും പടർന്നു പിടിച്ചിരിക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ട സമയം. ആ സമയത്ത് പോർച്ചുഗീസ് മിഷനറിമാർ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ 3 രൂപങ്ങൾ കപ്പൽ മാർഗം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ ഏറ്റവും ചൈതന്യമുള്ള രൂപം എവിടെ സ്ഥാപിക്കണമെന്ന് തർക്കം വന്നു. അവിടെ അത്ഭുതം സംഭവിച്ചു. ആ ദിവ്യരൂപം കപ്പലിൽ വച്ച് സ്വയം കിഴക്ക് തിരിഞ്ഞ് കാഞ്ഞൂരിനെ ലക്ഷ്യം വെച്ചു. അങ്ങനെ ആ ചൈതന്യ തിരുസ്വരൂപം കാഞ്ഞൂരിന്റെ ജ്യോതിർഗോളം കാഞ്ഞൂർ പുണ്യവാനായി മാറി എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ചരിത്രം അറിയുക തന്നെ വേണം. ശക്തൻ തമ്പുരാൻ ആനവിളക്ക് നൽകിയതും ടിപ്പു സുൽത്താൻ പള്ളി പൊളിക്കാൻ വന്നതും എല്ലാ ജനുവരി മാസവും 20-ാം തീയതി കൃത്യസമയത്ത് പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതും ഒരു ധീരപുരുഷനെ ചുറ്റിപ്പറ്റി ഉള്ളതാണ്. ഞങ്ങൾ ഈ ധീരപുരുഷനെ വിളിക്കുന്നത് പുണ്യാളൻ എന്നാണ്. ഞങ്ങളുടെ കാഞ്ഞൂർ പുണ്യാളൻ. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ സെബസ്റ്റ്യാനോസ്.